നമസ്തേ. ഇന്ന് നമ്മൾ സംസ്കൃത ഭാഷാ പരിചയ എന്ന ടെക്സ്റ്റിലെ ബ്ലോക്ക് 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് 3 വരുന്നത് എന്താണ്? വിദുരനീതി പ്രഥമോധ്യായ. വിദുരനീതി എന്നത് എന്താണ്? മഹാഭാരതത്തിൽ വരുന്ന ഒരു ഭാഗമാണ്. അതിലെ വിദുരനീതിയിലെ ആദ്യത്തെ അധ്യായമാണ് ഈ ബ്ലോക്കിൽ പഠിക്കാനുള്ളത്. അതിൽ 1 മുതൽ 34 വരെയുള്ള ശ്ലോകങ്ങളാണ് ഈ ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ വിദുരനീതി എന്നതിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. രാമായണം മഹാഭാരതം ച ഭാരതസ്യ പ്രസിദ്ധൗ ഇതിഹാസ ഗ്രന്ഥൗ ഭവതഃ. രാമായണവും മഹാഭാരതവും എന്താണ്? ഭാരതത്തിലെ പ്രസിദ്ധങ്ങളായിട്ടുള്ള 2 ഇതിഹാസ കാവ്യങ്ങളാണ്. അസ്മാകം സംസ്കൃതൗ തയോഹോ സ്ഥാനം മഹത്തരമേവ. നമ്മുടെ സംസ്കൃതിയിൽ, ഭാരതീയ സംസ്കൃതിയിൽ അവയ്ക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. ന കേവലം സാഹിത്യദൃഷ്ട്യാ അപിതു നൈതികദൃഷ്ട്യാ രാജ്യതന്ത്രദൃഷ്ട്യാ ചാപി മഹാഭാരതസ്യ പ്രസക്തി വർണ്ണനാതീത. സാഹിത്യപരമായി മാത്രമല്ല, നീതി അടിസ്ഥാനമാക്കിയിട്ടും രാജ്യതന്ത്രം അടിസ്ഥാനമാക്കിയിട്ടും മഹാഭാരതത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. മഹാഭാരതേ 18 പർവാണി സന്ധി. മഹാഭാരതത്തിൽ 18 പർവങ്ങളുണ്ട്. നമ്മൾ ഓരോ പുസ്തകത്തിലെ അധ്യായങ്ങൾ എന്ന് പറയുന്നത് പോലെ മഹാഭാരതത്തിൽ 18 പർവങ്ങളാണ് ഉള്ളത്. 18 എന്ന് പറഞ്ഞാൽ 18. തേഷാം നാമാനി. ആ 18 എണ്ണത്തിന്റെ പേരുകൾ പറയാണ്. ആദിപർവം, സഭാപർവം, വനപർവം, വിരാടപർവം, ഉദ്യോഗപർവം, ഭീഷ്മപർവം, ദ്രോണപർവം, കർണപർവം, ശല്യപർവം, സൗപ്തികപർവം, സ്ത്രീപർവം, ശാന്തിപർവം, അനുശാസനപർവം, ആമേധികപർവം, ആശ്രമവാസികപർവം, മൗസലപർവം, മഹാപ്രാസ്ഥാനിക പർവം, സ്വർഗാരോഹണ പർവം എന്നിങ്ങനെ. യേഷു ആദിപർവ സംഭവ പർവ ഇത്യപി കഥ്യത്തെ. ഇതിലെ ആദിപർവത്തെ എന്ത് പറയുന്നുണ്ട്? സംഭവ പർവം എന്നും പറയുന്നുണ്ട്. വിദുരനീതി ഉദ്യോഗ പർവണി അന്തർഭവതി. ഈ 18 പർവങ്ങളിൽ 5ാമത്തെ പർവമായിട്ടുള്ള ഉദ്യോഗ പർവത്തിലാണ് വിദുരനീതി ഉൾപ്പെടുന്നത്, വിദുരനീതി അടങ്ങിയിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഭഗവത്ഗീത പറയാറുണ്ട്. ഭഗവത്ഗീത വരുന്നത് ഭീഷ്മ പർവത്തിലാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ഉപദേശങ്ങൾ നൽകുന്ന, നല്ല നല്ല സന്ദേശങ്ങൾ നൽകുന്ന ഭാഗങ്ങളാണ് ഈ ഭഗവത്ഗീതയും വിദുരനീതിയും ഒക്കെ. അപ്പോൾ വിദുരനീതി വരുന്നത് ഉദ്യോഗ പർവത്തിലാണ്. ഭഗവത്ഗീത വരുന്നത് എവിടെയാണ്? ഭീഷ്മ പർവത്തിലാണ്. മഹാപ്രാജ്ഞേന വിദുരേണ ജാത്യാ അന്ധായ ധൃതരാഷ്ട്രായ ദീയമാനാനി ഉപദേശതത്വാനി അസ്യ അന്തർഭവന്തി. ഇപ്പൊ മഹാഭാരതം കഥ നമുക്കറിയാം. പഞ്ചപാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ധൃതരാഷ്ട്രരാണ് ഇവരുടെ പിതാമഹനായിട്ട് വരുന്നത്. ഇപ്പൊ യുദ്ധം നടക്കുന്ന സമയത്ത് പാണ്ഡവർ വനവാസത്തിന് പോയിട്ട് അവർ തിരിച്ചു വരാനായി. ആ സമയത്ത് രാജ്യം തിരിച്ചു നൽകണമല്ലോ എന്ന ചിന്തയിൽ ധൃതരാഷ്ട്രർ ഒരുപാട് ആശങ്കാകുലനായി ഇരിക്കുന്ന സമയത്ത് വിദുരര് ധൃതരാഷ്ട്രരെ ഉപദേശിക്കുന്ന ഭാഗമാണ് വിദുരനീതി എന്ന് പറയുന്നത്. വിദുരനീതൗ 8 അധ്യായാഃ സന്തി. വിദുരനീതിയിൽ 8 അധ്യായങ്ങൾ ഉണ്ട്. തേഷു പ്രഥമാധ്യായേ വർത്തമാനാൻ കതിപയാൻ ശ്ലോകാൻ അത്ര പഠാമഹ. അതില് വിദുരനീതിയിലെ തന്നെ 8 അധ്യായങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിലെ ആദ്യത്തെ അധ്യായത്തിലെ കുറച്ച് ശ്ലോകങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അതിലെ 1ാമത്തെ യൂണിറ്റ് നോക്കാം.
ശ്ലോകം 1 മുതൽ 7 വരെയാണ് യൂണിറ്റ് 1 വരുന്നത്. അതിലെന്താ പറയുന്നത്? വിതുരാഗമനം, വിതുരരുടെ ആഗമനം, വരവ്. അപ്പൊ എന്താണ്? ധൃതരാഷ്ട്രരുടെ അടുത്തേക്ക് വിതുരരുടെ വരവ് പറയുന്ന ഭാഗമാണ്. അതിൽ പറയുന്നത് നോക്കൂ. വിതുരോപദേശഃ മഹാഭാരതസ്യ ഉദ്യോഗപർവണി അന്തർഭവതി. വിതുരോപദേശം ഇതിലാ വരുന്നത്? മഹാഭാരതത്തിന്റെ ഉദ്യോഗപർവത്തിലാണ് വരുന്നത്. ദ്യൂതേ പരാജിതാഹ പാണ്ഡവാഹ. ദ്യൂതം എന്ന് പറഞ്ഞാൽ ചൂതുകളി. ചൂതുകളിയിൽ പരാജിതരായ പാണ്ഡവന്മാർ 12 വർഷാണി വനവാസം അനുതിഷ്ഠന്തി. 12 വർഷം വനവാസം അനുഷ്ഠിക്കുന്നു. അപ്പോൾ ചൂതുകളിയിൽ പരാജിതരായി രാജ്യം നഷ്ടപ്പെട്ട പാണ്ഡവന്മാർ 12 വർഷം വനവാസം അനുഷ്ഠിക്കുന്നു. തദനന്തരം അതിനുശേഷം തേ ഏകവർഷ ഉപഭോഗ്യം അജ്ഞാതവാസം അഭി കുർവന്തി. അതിനുശേഷം അവര് 1 വർഷത്തേക്ക് അജ്ഞാതവാസത്തിനും പോകുന്നു. തതോപി തേഭ്യഃ അർഹം രാജ്യം ദാതും ധൃതരാഷ്ട്രോ ന സന്നദ്ധോ ഭവതി. തതോപി എന്നിരുന്നാലും, എന്നിട്ടും 12 വർഷം വനവാസവും അതിനുശേഷം 1 വർഷം അജ്ഞാതവാസവും കഴിഞ്ഞിട്ടും എന്താണ്? അവർക്ക് അർഹമായ രാജ്യം നൽകുവാൻ ധൃതരാഷ്ട്രൻ സന്നദ്ധനായില്ല. സഹ പാണ്ഡവാൻ പുനരപി വനവാസായ സന്യാസായ ച പ്രേരയിതും സഞ്ജയം ധർമാത്മജ സഹാശം പ്രേഷയതി. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നത്? പാണ്ഡവരെ വീണ്ടും വനവാസത്തിനും സന്യാസത്തിനും ഒക്കെ അയക്കാൻ വേണ്ടിയിട്ട് സഞ്ജയനെ അയക്കുന്നു. തന്റെ സജീവനായിട്ടുള്ള സഞ്ജയനെ അയക്കുന്നു. ആരുടെ അടുത്തേക്കാണ് പറഞ്ഞയക്കുന്നത്? ധർമാത്മജ സകാശം എന്ന് പറഞ്ഞാൽ യുധിഷ്ഠിരന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു. ധർമ്മപുത്രസ്തു. യുധിഷ്ഠിരനാകട്ടെ, ധർമ്മപുത്ര എന്ന് പറഞ്ഞാൽ യുധിഷ്ഠിര, ധർമ്മപുത്രനാകട്ടെ സ്വനിശ്ചയം സഞ്ജയദ്വാര സ്വപിതൃവ്യായ പ്രേഷയതി. തന്റെ തീരുമാനം എന്താണ് എന്ന് സഞ്ജയൻ വഴി ധൃതരാഷ്ട്രരെ അറിയിക്കുന്നു. ഹേ സഞ്ജയ, മത് വചനം പിതൃവ്യം ബോധയ. രാജസൂയം യജ്ഞം ഇഷ്ടവാനഹം സന്യാസം സ്വീകർത്തും നേച്ഛാമി. അല്ലയോ സഞ്ജയ, മദ്വചനം എൻ്റെ വാക്കുകൾ, എൻ്റെ വാക്യങ്ങൾ, പിതൃവ്യം ബോധയ പിതാമഹനെ ബോധിപ്പിക്കൂ, പിതാമഹനെ അറിയിക്കൂ. രാജസൂയം യജ്ഞം ഇഷ്ടവാൻ അഹം. രാജസൂയ യജ്ഞം നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഞാൻ, രാജസൂയ യജ്ഞം അനുഷ്ഠിക്കുവാൻ ആഗ്രഹിക്കുന്നവനായ ഞാൻ, സന്യാസം സ്വീകർത്തും ന ഇച്ഛാമി. സന്യാസം സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല. പരാക്രമശാലിനോ ഭീഷ്മദ്രോണാദീൻ ദൃഷ്ട്വൈവ ഭവാൻ ഏവം യുദ്ധോ യുക്തോ ഭവസി ചേത് തേ സർവേ അപി അസ്മിൻ സംഗ്രാമേ നിപതിഷ്യന്തി ഇതി. പരാക്രമശാലികളായിട്ടുള്ള ഭീഷ്മർ, ദ്രോണർ മുതലായവരെ കണ്ടിട്ടാണ് അങ്ങ് ഈ യുദ്ധത്തിന് വേണ്ടി സന്നദ്ധനാകുന്നത് എന്നുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ഈ യുദ്ധത്തിൽ, സംഗ്രാമേ യുദ്ധത്തിൽ, നിപതിഷ്യന്തി വീഴ്ത്തും. അപ്പോൾ അദ്ദേഹം പറയാണ്, യുദ്ധത്തിന് നിങ്ങൾ പുറപ്പെടുന്നത് ഭീഷ്മരെയും ദ്രോണരെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് അവരെ കണ്ടുകൊണ്ടാണ് എന്നുണ്ടെങ്കിൽ അവരെ എല്ലാം ഞങ്ങൾ യുദ്ധത്തിൽ തോൽപ്പിക്കും. അപരസ്മിൻ ദിനെ രാജസദസി സഞ്ജയേന നിവേദ്യമാനം സന്ദേശം പ്രതിപാലയൻ ധൃതരാഷ്ട്രഃ അസ്വസ്ഥചിത്തോ നിദ്രാവിഹീനശ്ച ജായതേ. അടുത്ത ദിവസം, സഞ്ജയൻ വന്ന ശേഷം അടുത്ത ദിവസം രാജസദസ്സിൽ, സഭയിൽ സഞ്ജയൻ പറയുവാൻ പോകുന്നതായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ട് ധൃതരാഷ്ട്രർ എന്താകുന്നു? നിദ്രാവിഹീനനാകുന്നു, ഉറക്കം നഷ്ടപ്പെട്ടവനാകുന്നു, അസ്വസ്ഥനാകുന്നു. സഹ വിതുരവചനം ശ്രുത്വാ ആത്മാനം സാന്ത്വയിതും അഭിലഷൻ തദർത്ഥം ദൂതം വിതുരസകാശം പ്രേഷയതി. അദ്ദേഹം വിതുരവചനം കേട്ടുകൊണ്ട് സ്വന്തം ആത്മാവിനെ, സ്വന്തം മനസ്സിനെ സാന്ത്വനിപ്പിക്കുവാനായി
ദൂതനെ വിതുരന്റെ അടുത്തേക്ക് അയക്കുന്നു. അപ്പൊ വിതുരര് പണ്ഡിതനായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവരുവാൻ ഒരു ദൂതനെ അയക്കുന്നു. വിതുരന്റെ വാക്കുകൾ കേട്ട് എന്തെങ്കിലും ഒരു സാന്ത്വനം കിട്ടുമോ എന്ന ചിന്തയിൽ വിതുരരെ കൊണ്ടുവരുവാനായി ഒരു ദൂതനെ അയക്കുന്നു. പ്രേഷയതി എന്ന് പറഞ്ഞ് അയക്കുന്നു എന്നാണ് അർത്ഥം. ഇനി ഒന്നാമത്തെ ശ്ലോകം എന്താണെന്ന് നോക്കാം. വൃത്താന്തം അമും വൈശംപായനഃ ജനമേ ജയം വദതി. ഈ മഹാഭാരത കഥ, ഈ പുരാണ കഥകളൊക്കെ ഒരാൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ്, അങ്ങനെ സംഭവിച്ചതായിട്ട് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇവിടെ ഈ വൃത്താന്തത്തെ വൈശംപായനൻ ജനമേ ജയന് പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെയാണ്? ദ്വാസ്ഥം പ്രാഹ മഹാപ്രാജ്ഞോ ധൃതരാഷ്ട്രോ മഹീപതിഃ വിദുരം ദ്രഷ്ടുമിച്ഛാമി തമിഹാനയ മാ ചിരം. ദ്വാസ്ഥം പ്രാഹ മഹാപ്രാജ്ഞഃ. ഇവിടെ പറയാണ് മഹാപ്രാജ്ഞഃ ധൃതരാഷ്ട്രഃ മഹീപതിഃ. മഹാപ്രാജ്ഞഃ എന്ന് പറഞ്ഞാൽ അത്യന്തം ബുദ്ധിമാനും, ധൃതരാഷ്ട്രഃ മഹീപതിഃ ധൃതരാഷ്ട്രർ എന്നു പേരായ രാജാവ്, മഹാബുദ്ധിമാനായ ധൃതരാഷ്ട്രർ എന്നു പേരായ രാജാവ് ദ്വാസ്ഥം പ്രാഹ. ദ്വാഹ എന്ന് പറഞ്ഞാൽ ദ്വാരം എന്ന് പറഞ്ഞാൽ വാതിൽ എന്നാണ് അർത്ഥം. ദ്വാസ്ഥം ദ്വാരപാലകൻ. അപ്പൊ ദ്വാരപാലകനോട് പ്രാഹ പറഞ്ഞു. അപ്പോൾ മഹാപ്രാജ്ഞ മഹാബുദ്ധിമാനായ ധൃതരാഷ്ട്രർ എന്നു പേരായ മഹീപതി രാജാവ് ദ്വാസ്ഥം പ്രാഹ ദ്വാരപാലകനോട് പറഞ്ഞു. വിദുരം ദ്രഷ്ടും ഇച്ഛാമി. വിദുരരെ ദ്രഷ്ടും കാണുവാൻ ഇച്ഛാമി ആഗ്രഹിക്കുന്നു ഞാൻ. ഇച്ഛാമി എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. വിദുരരെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തം ഇഹ ആനയ. അദ്ദേഹത്തെ വിദുരരെ ഇഹ ഇവിടേക്ക്, ആനയ കൊണ്ടുവരൂ. അപ്പൊ വിദുരരെ ഇവിടേക്ക് കൊണ്ടുവരൂ. മാ ചിരം. മാ ചിരം എന്ന് പറഞ്ഞാൽ വൈകരുത്, അധികം വൈകാതെ വിദുരരെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. ആനയ എന്ന് പറഞ്ഞാൽ കൊണ്ടുവരൂ. ആരാ പറയുന്നത്? ധൃതരാഷ്ട്രര് ദ്വാരപാലകനോട് ഇപ്രകാരം പറഞ്ഞു. എന്താണ്? വിദുരരെ ഇവിടേക്ക് കൊണ്ടുവരൂ, അധികം വൈകരുത്. അടുത്ത ശ്ലോകത്തിലോ മഹാരാജേന ധൃതരാഷ്ട്രേണ പ്രേഷിതഃ ദൂതഃ വിദുരം അബ്രവീത്. അപ്പൊ മഹാരാജാവ് ധൃതരാഷ്ട്രാൽ അയക്കപ്പെട്ടിട്ടുള്ള ദൂതൻ വിദുരരോട് ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? പ്രഹിതോ ധൃതരാഷ്ട്രേണ ദൂതഃ ക്ഷത്താരം അബ്രവീത് ഈശ്വരസ്ത്വാം മഹാരാജോ മഹാപ്രാജ്ഞ ദിദൃക്ഷതി. ധൃതരാഷ്ട്രേണ പ്രഹിതഃ ദൂതഃ. ധൃതരാഷ്ട്രാൽ കൗരവ പതിയായിട്ടുള്ള, കൗരവ രാജാവായിട്ടുള്ള, കൗരവരുടെ മഹാരാജാവായിട്ടുള്ള അല്ലെങ്കിൽ കൗരവ അധിപതിയായിട്ടുള്ള ധൃതരാഷ്ട്രാൽ അയക്കപ്പെട്ടതായ, പ്രഹിതഃ അയക്കപ്പെട്ടതായ, ദൂതഃ ദൂതൻ സന്ദേശവാഹകൻ, ക്ഷത്താരം അബ്രവീത് സൂതം വിദുരം കഥയാമാസ. സൂതനായിട്ടുള്ള വിദുരരെ സമീപിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു. ഹേ മഹാപ്രാജ്ഞ, അല്ലയോ മഹാപണ്ഡിത, ഈശ്വരഃ മഹാരാജഃ സ്വാമിയായിട്ടുള്ള മഹാരാജാവ്, എൻ്റെ യജമാനനായിട്ടുള്ള മഹാരാജാവ്, ത്വാം ദിദൃക്ഷതി. ത്വാം ഇന്നലെ നമ്മൾ പഠിച്ചു, എന്താണ് യുഷ്മത് ശബ്ദം അല്ലെ? അങ്ങയെ കാണുവാൻ, ഞാൻ നിങ്ങളെ കാണുവാൻ അല്ലെങ്കിൽ അങ്ങയെ കാണുവാൻ മഹാരാജാവ് ദിദൃക്ഷതി ആഗ്രഹിക്കുന്നു. അപ്പൊ ത്വാം എന്നത് എന്താണ്? യുഷ്മത് ശബ്ദം, ദ്വിതീയ വിഭക്തി, ഏകവചനമാണ്. ത്വാം ത്വാ യുവാം വാ യുഷ്മാൻ വഹ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ത്വാം ദിദൃക്ഷതി എന്ന് പറഞ്ഞാൽ നിങ്ങളെ അല്ലെങ്കിൽ അങ്ങയെ ദിദൃക്ഷതി കാണുവാൻ ആഗ്രഹിക്കുന്നു. എന്താ പറയുന്നത്? എൻ്റെ മഹാരാജാവ് മഹാപണ്ഡിതനായിട്ടുള്ള അങ്ങയെ കാണുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ദ്വാരപാലകൻ വിദുരരോട് പറയുകയാണ്.
അടുത്ത ശ്ലോകം നോക്കാം. വിദുരഃ രാജഭവനം പ്രാപ്യ ആത്മാനഃ ആഗമനം രാജാനം വിജ്ഞാപയിതും ദ്വാരപാലകം നിർദ്ദിശതി. അപ്പോൾ ഇങ്ങനെ ഈ ആജ്ഞ കിട്ടിയതനുസരിച്ച് വിദുരർ ധൃതരാഷ്ട്രരുടെ കൊട്ടാരത്തിൽ എത്തുന്നു, കൗരവരുടെ രാജധാനിയിലെത്തുന്നു. എന്താണ്, അദ്ദേഹം അവിടെ എത്തിയ ശേഷം തൻ്റെ ആഗമനം, തൻ്റെ വരവ് രാജാവിനെ അറിയിക്കാനായി ദ്വാരപാലകനോട് പറയുന്നു. ഏവമുക്തസ്തു വിദുര പ്രാപ്യ രാജനിവേശനം അബ്രവീത് ധൃതരാഷ്ട്രായ ദ്വാസ്ഥ മാം പ്രതിവേദയ. ഏവം ഉക്തഃ വിദുരഃ തു, ഇപ്രകാരം പറയപ്പെട്ടവനായ, ദൂതനാൽ പറയപ്പെട്ടവനായ വിദുരരാകട്ടെ. ഇപ്പൊ മുകളിൽ പറഞ്ഞ പ്രകാരം ദൂതനാൽ, ദ്വാരപാലകനാൽ പറയപ്പെട്ടവനായ വിദുരരാകട്ടെ രാജനിവേശനം പ്രാപ്യ, രാജനിവേശനം രാജാവിന്റെ വസതിയെ, താമസ സ്ഥലത്തെ പ്രാപ്യ പ്രാപിച്ചിട്ട് ദ്വാസ്ഥ, അല്ലയോ ദ്വാരപാലക. അപ്പൊ രാജാവിന്റെ കൊട്ടാരത്തിൽ ദ്വാരപാലകന്മാരുണ്ടായിരിക്കും. അവരോട് പറഞ്ഞിട്ട് രാജാവിന്റെ അനുമതി ലഭിച്ച ശേഷം മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. വിദുരർ ഒരു ക്ഷത്രിയനല്ല, അദ്ദേഹം കുറച്ച് താഴ്ന്ന കുലത്തിൽ പിറന്നവനാണ്. അതുകൊണ്ട് തന്നെ രാജാവിന്റെ അനുമതി ആവശ്യമുണ്ട്. ദ്വാസ്ഥ, അല്ലയോ ദ്വാരപാലക, മാം ധൃതരാഷ്ട്രായ പ്രതിവേദയ, ഞാൻ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ വരവിനെ ധൃതരാഷ്ട്രരെ അറിയിച്ചാലും. അബ്രവീത് എന്നിപ്രകാരം പറഞ്ഞു. അപ്പൊ എന്താണ്, വിദുരര് കൊട്ടാരത്തിലെത്തിയ ശേഷം ദ്വാരപാലകനോട് പറയുകയാണ്, രാജാവിനോട്, ധൃതരാഷ്ട്രരോട് എൻ്റെ ആഗമനത്തെ പറ്റി അറിയിച്ചാലും എന്ന്. അടുത്ത ശ്ലോകത്തിൽ എന്താ പറയുന്നത്, ദ്വാരപാലകഃ രാജാനം കൗരവപതിം നിവേദയതി. ദ്വാരപാലകൻ വിദുരരുടെ ആഗമനത്തെ പറ്റി രാജാവിനോട്, കൗരവപതിയോട്, കൗരവപതിയായിട്ടുള്ള ധൃതരാഷ്ട്രരോട് അറിയിക്കുന്നു. വിദുരോ അയം അനുപ്രാപ്തോ രാജേന്ദ്ര തവ ശാസനാത് ദ്രഷ്ടുമിച്ഛതി തേ പാദൗ കിം കരോതു പ്രസാധിമാം. ഹേ രാജേന്ദ്ര, അല്ലയോ മഹാരാജാവേ, തവ ശാസനാത്, അങ്ങയുടെ ശാസനം, ആജ്ഞയനുസരിച്ച്, ഉപദേശമനുസരിച്ച് അല്ലെങ്കിൽ നിർദ്ദേശമനുസരിച്ച് അയം വിദുരഃ അനുപ്രാപ്തഃ, ഇതാ വിദുരർ വന്നെത്തിയിരിക്കുന്നു. സഹ, അദ്ദേഹം തേ പാദൗ ദ്രഷ്ടും ഇച്ഛതി, അങ്ങയുടെ പാദങ്ങൾ ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. രാജാവിന്റെ മുഖം ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അതീവ വിനയത്തോടു കൂടി, ബഹുമാനത്തോടു കൂടി പറയുകയാണ്, അങ്ങയുടെ പാദങ്ങൾ ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. സഹ, അദ്ദേഹം കിം കരോതു ഇതി, എന്ത് ചെയ്യണം എന്ന് മാം പ്രസാദി, എന്നോട് ആജ്ഞാപിച്ചാലും അല്ലെങ്കിൽ എന്നോട് നിർദ്ദേശിച്ചാലും. അപ്പോൾ അങ്ങയുടെ ആജ്ഞയനുസരിച്ച് വിദുരർ വന്നു ചേർന്നിട്ടുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യണം എന്ന് അങ്ങ് എന്നോട് ആജ്ഞാപിച്ചാലും, ഞാൻ അദ്ദേഹത്തോട് എന്ത് പറയണമെന്ന് അങ്ങ് നിർദ്ദേശിച്ചാലും എന്ന് ദ്വാരപാലകൻ ധൃതരാഷ്ട്രരോട് പറയുകയാണ് ഇവിടെ. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ എന്താ പറയുന്നത്, വിദുരം പ്രവേശയിതും രാജ ദ്വാരപാലകം നിർദ്ദിശതി. വിദുരരെ പ്രവേശിപ്പിക്കുവാനായിട്ട്, കയറ്റിവിടുവാനായിട്ട് രാജാവ് ദ്വാരപാലകനെ നിർദ്ദേശിക്കുന്നു അല്ലെങ്കിൽ പറഞ്ഞയക്കുന്നു. പ്രവേശയ മഹാപ്രജ്ഞം വിദുരം ദീർഘദർശിനം അഹം ഹി വിദുരസ്യാസ്യ നാകൽപോ ജാതു ദർശനേ. ഹേ ദ്വാസ്ഥ, അല്ലയോ ദ്വാരപാലക, ദീർഘദർശിനം മഹാപ്രജ്ഞം വിദുരം, ദീർഘദർശിയായിട്ടുള്ള, ദീർഘവീക്ഷണം ഉള്ളവനും മഹാപ്രജ്ഞം, മഹാബുദ്ധിശാലിയുമായിട്ടുള്ള വിദുരരെ പ്രവേശയ, ഇങ്ങോട്ട് കൊണ്ടുവരൂ, ഇങ്ങോട്ട് പ്രവേശിപ്പിച്ചാലും. ഹി അഹം, എന്തുകൊണ്ടെന്നാൽ ഞാൻ, അഹം എന്ന് പറഞ്ഞാൽ ഞാൻ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു, അഹം ആവാം വയം, ഞാൻ. അസ്യ വിദുരസ്യ, ഈ വിദുരരുടെ
ദർശനേ ജാതു ന അകൽപഃ. ഈ വിദുരരെ ദർശനെ കാണുന്നതിൽ ജാതു ന അകൽപഃ, കാണുന്നതിൽ ഒരിക്കലും അസമർത്ഥനാകുന്നില്ല. അതായത് അദ്ദേഹത്തെ കാണുന്നത് കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, അദ്ദേഹത്തെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ വിദുരരെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ ധൃതരാഷ്ട്രർ ദ്വാരപാലകനെ നിർദ്ദേശിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. ഇനി അടുത്ത 6ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? മഹാരാജസ്യ അന്തഃപുരം പ്രവേഷ്ടും അനുമതിഃ ലബ്ധേതി ദ്വാരപാലകഃ വിദുരം നിവേദയതി. മഹാരാജാവിന്റെ അന്തഃപുരം, അന്തഃപുരത്തിലേക്ക്, കൊട്ടാരത്തിലേക്ക്, താമസിക്കുന്ന ഗൃഹത്തിലേക്ക് പ്രവേഷ്ടും പ്രവേശിക്കുവാൻ അനുമതിഃ ലബ്ധ ഇതി, അനുമതി ലഭിച്ചിട്ടുണ്ട് എന്ന് ദ്വാരപാലകൻ വിദുരരെ അറിയിക്കുന്നു. പ്രവിശാന്തപുരം ക്ഷത്തർമഹാരാജസ്യ ധീമതഃ നഹി തേ ദർശനേ അകൽപോ ജാതു രാജാ ബ്രവീതി മാം. പ്രവിശാന്തപുരം ക്ഷത്തർമഹാരാജസ്യ ധീമതഃ നഹി തേ ദർശനേ അകൽപോ ജാതു രാജാ ബ്രവീതി മാം. എന്താ പറയുന്നത്? ക്ഷത്തഃ ധീമതഃ മഹാരാജസ്യ, അല്ലയോ ക്ഷത്തഃ എന്ന് പറഞ്ഞാൽ സൂതനായിട്ടുള്ള, തേരാളിയായിട്ടുള്ള വിദുരരെ, ധീമതഃ മഹാരാജസ്യ ബുദ്ധിമാനായിട്ടുള്ള, ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി, ബുദ്ധിമാനായിട്ടുള്ള മഹാരാജാവിന്റെ ധൃതരാഷ്ട്രരുടെ അന്തഃപുരം പ്രവിശ, അന്തഃപുരത്തിലേക്ക് പ്രവേശിച്ചാലും, തേ ദർശനേ അങ്ങയുടെ ദർശനത്തിൽ, അങ്ങയെ കാണുന്നതിൽ, ജാതു അകൽപഃ നഹി അദ്ദേഹം ഒരിക്കലും അസമർത്ഥനാകുന്നില്ല എന്ന് രാജാ മാം അബ്രവീത്, രാജാവ് എന്നോട് പറഞ്ഞു. അതായത് അങ്ങയെ കാണുന്നതിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല, അങ്ങയെ കാണുന്നതിൽ അദ്ദേഹം അസമർത്ഥനൊന്നുമല്ല, സമർത്ഥനാണ്, അങ്ങയെ കാണുവാൻ അദ്ദേഹം തയ്യാറാണ് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങ് ദയവായി കൊട്ടാരത്തിലേക്ക്, അന്തഃപുരത്തിലേക്ക് പ്രവേശിച്ചാലും എന്ന് ആരാണ്? ദ്വാരപാലകൻ വിദുരരോട് പറയുകയാണ് 6ാമത്തെ ശ്ലോകത്തിൽ. ഇനി 7ാമത്തെ ശ്ലോകം എന്താ പറയുന്നത്? കിം ചിന്തയസി ഇതി വിദുരഃ ധൃതരാഷ്ട്രം പൃച്ഛതി. അപ്പൊ വിദുരര് ദ്വാരപാലകൻ പറഞ്ഞത് കേട്ടിട്ട് അന്തഃപുരത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്നിട്ട് ധൃതരാഷ്ട്രരെ കണ്ട ശേഷം ചോദിക്കുകയാണ്. അപ്പൊ ധൃതരാഷ്ട്രര് ഒരുപാട് ചിന്താകുലനായിട്ട് വളരെ പരിഭ്രമത്തോടു കൂടിയാണ് ഇരിക്കുന്നത്, അസ്വസ്ഥനാണ്. അപ്പൊ ചിന്തിച്ചിരിക്കുന്ന ധൃതരാഷ്ട്രരോട് വിദുരർ ചോദിക്കുകയാണ്, കിം ചിന്തയസി, അങ്ങ് എന്താണ് ചിന്തിക്കുന്നത് എന്ന്. പൃച്ഛതി എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നു എന്നാണ് അർത്ഥം. തദപ്രവിശ്യ വിദുരോ ധൃതരാഷ്ട്ര നിവേശനം അബ്രവീത് പ്രാഞ്ജലിർ വാക്യം ചിന്തയാനം നരാധിപം. തതഃ വിദുരഃ, തദനന്തരം ഈ ദ്വാരപാലകന്റെ വാക്കുകൾക്ക് ശേഷം വിദുരർ ധൃതരാഷ്ട്ര നിവേശനം പ്രവിശ്യ, ധൃതരാഷ്ട്രരുടെ താമസ സ്ഥലത്തേക്ക്, കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചിട്ട് പ്രാഞ്ജലിഃ സൻ ചിന്തയാനം നരാധിപം വാക്യം അബ്രവീത്. അഞ്ജലിം ബദ്ധ്വ, ഈ കൈകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചിന്തയാനം നരാധിപ, ചിന്താമഗ്നനായിരിക്കുന്ന രാജാവിനോട് വാക്യം അബ്രവീത്, ഇനി പറയുവാൻ പോകുന്നതായ തരത്തിലുള്ള വാക്കുകളെ പറഞ്ഞു. അപ്പൊ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചിന്തിച്ചിരിക്കുന്നതായ ധൃതരാഷ്ട്രരോട് ഇനി പറയുവാൻ പോകുന്നതായ വാക്കുകളെ പറഞ്ഞു. ആര്? വിദുര ധൃതരാഷ്ട്രരോട് പറഞ്ഞു. ഇനി എന്താണ് പറഞ്ഞത് എന്നാണ് അടുത്ത യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് അടുത്ത ഭാഗത്തിൽ പറയാം. അപ്പോൾ 1ാമത്തെ യൂണിറ്റിൽ ഇത്രയാണുള്ളത്. വിദുരരുടെ ആഗമനം, വിദുരരെ വിളിക്കുവാൻ പോകുന്നു. ദ്വാരപാലകൻ ദൂതൻ പോയി വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. വിദുരർ വന്നെത്തുന്നു. ദ്വാരപാലകൻ അത് ധൃതരാഷ്ട്രരെ അറിയിക്കുന്നു. ധൃതരാഷ്ട്രർ വിദുരരെ കൊണ്ടുവരുവാൻ പറയുന്നു. അങ്ങനെ വിദുരർ ധൃതരാഷ്ട്രരുടെ അടുത്ത് എത്തുന്നു. അത്രയും ഭാഗമാണ് 1ാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.